നമസ്കാരം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 63 ദിവസം തുടർച്ചയായി സമരം നടത്തിയ CPO റാങ്ക് ഹോൾഡർമാർ സമരം അവസാനിപ്പിച്ച് മടങ്ങി. പ്രതീക്ഷയുടെ നുറുങ്ങുവെട്ടവുമായി എത്തിയ ഉദ്യോഗാർത്ഥികളെല്ലാം നിരാശയുടെ പടുകുഴിയിൽ നിന്നാണ് മടങ്ങുന്നത്. പുല്ല് തിന്നു, തലമുണ്ടനം ചെയ്തു, മണ്ണ് തിന്നു, ശയനപ്രദക്ഷിണം നടത്തി, മുട്ടിലഴഞ്ഞു, ശവമഞ്ചത്തിൽ കിടന്നു. അങ്ങനെ വിവിധ സമരമുറകൾ അനുഷ്ഠിച്ചിട്ടും സർക്കാർ തിരിഞ്ഞുപോലും നോക്കാതെ പോയ നിരവധി സമരങ്ങളിൽ ഒന്നായി CPO റാങ്ക് ഹോൾഡർമാരുടെ സമരവും മാറി. ഇന്നലെ രാത്രി 12 മണിയോടെ റാങ്ക് പട്ടിക അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ കോടതി ഇടപെടൽ വന്നതോടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് സിവിൽ പോലീസ് ഓഫീസർ ഒഴിവുകളിലേക്ക് തുടർ നിയമനങ്ങൾ നടത്താൻ ഇനിയും സർക്കാരിന് സാധിക്കുമെന്നാണ് സമരം ചെയ്തവർ പറയുന്നത്. അനുഭാവപൂർണ്ണമായ സമീപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് സമരം ചെയ്ത ഉദ്യോഗാർത്ഥികൾ മടങ്ങുന്നത്. ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചിട്ടില്ലെന്നും കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം തുടർ നിയമനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. സമരത്തിനോട് സർക്കാരും ഇടതുപക്ഷ സംഘടനകളും മോശം നിലപാട് സ്വീകരിച്ചെന്നും അവർ ആരോപിക്കുന്നു. സമരങ്ങളിലൂടെ വളർന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. എന്നാൽ തങ്ങളുടെ ആവശ്യം സർക്കാരിന് അനാവശ്യമായി മാറിയെന്നും സമരക്കാർ പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് നിയമനങ്ങൾ നടക്കാതിരിക്കുന്നത് എന്നാണ് ആരോപണം. എന്നാൽ ഇത്രയും പ്രതിസന്ധി ഉണ്ടായിരുന്നിട്ടും മറ്റു കാര്യങ്ങൾക്കൊന്നും കുറവുണ്ടായില്ല എന്ന് സമരക്കാർ പറയുന്നു. ഇടത് യുവജന സംഘടനകളോടാണ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിഷേധം. UDF കാലത്ത് സമരങ്ങൾ നടക്കുമ്പോൾ അതിന് DYFI പിന്തുണ നൽകാറുണ്ട്. എന്നാൽ ഇത്തവണ തങ്ങൾ നടത്തിയ സമരത്തിന് DYFI പിന്തുണ നൽകിയില്ല. സമരത്തോട് സർക്കാർ കാട്ടിയത് മോശം സമീപനമായിരുന്നു. സമരം നടക്കുന്നതായി പോലും സർക്കാർ ഗൗനിച്ചില്ല എന്നതായിരുന്നു വാസ്തവം. സാധാരണ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കുക സ്വാഭാവികമാണ്. എന്നാൽ സമരം ചെയ്യുന്നവർ ചർച്ചകൾക്കായി സർക്കാരിനെ അങ്ങോട്ട് സമീപിച്ചിട്ടും തണുപ്പൻ പ്രതികരണമാണ് അവർക്ക് ലഭിച്ചത്. ഇപ്പോൾ പോലീസിൽ ഒഴിവില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഒഴിവില്ലാതിരുന്ന വിഭാഗത്തിലേക്ക് പിന്നെന്തിനാണ് പരീക്ഷ നടത്തിയതും റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയതും എന്നുമുള്ള ലളിതമായ ചോദ്യമാണ് സമരം ചെയ്തവർ ഉന്നയിക്കുന്നത്. 2019 നടത്തിയ പരീക്ഷയിൽ എല്ലാ കടമകളും കടന്ന് റാങ്ക് ലിസ്റ്റിൽ എത്തിയ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെയാണ് സർക്കാർ കബളിപ്പിച്ചത്. പോലീസിലെ ആൾക്ഷാമം മൂലം സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ അടക്കം താളം തെറ്റുന്ന വാർത്തകൾ നിരന്തരം വരുന്ന സമയത്താണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിയമനത്തിനു വേണ്ടി ഇവർ വെയിലും മഴയും കൊണ്ടത്. ഇനി ഇവരുടെ ആശങ്കകൾക്ക് ആര് സമാധാനം നൽകും എന്ന ചോദ്യമുയരുന്നു. റാങ്ക് പട്ടികയിൽ ആദ്യ 10 വന്നവർ പോലും സമരത്തിന് ഉണ്ടായിരുന്നു എന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഇനി കോടതി ഇടപെടലിൽ കൂടി നീട്ടിക്കിട്ടിയ ചെറു കച്ചിത്തുരുമ്പിലാണ് ഇവരുടെ പ്രതീക്ഷയത്രയും. എങ്കിലും ഇത്രയും കാലമുണ്ടാകാത്ത അനുകൂല സമീപനം ഇനി എങ്ങനെ ഉണ്ടാകുമെന്നും സമരക്കാർ ചോദിക്കുന്നു. ഇതുപോലെ എത്രയെത്ര ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്ത് സെക്രട്ടേറിയറ്റ് നടയിൽ പട്ടിണി കിടന്നിട്ടുണ്ട്. അവരൊക്കെ ഇന്നും ആ പട്ടിണിയും പരിവട്ടവും തുടർന്ന് ദുഃഖവുമായി ജീവിക്കുന്നു. ഒരു ജോലി എന്ന സ്വപ്നം ബാക്കിയാക്കി ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ, പ്രത്യേകിച്ചും സ്ത്രീ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ ഇപ്പോൾ കണ്ണീരുമായി കഴിയുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് LP സ്കൂൾ ടീച്ചർമാരുടെ സമരം സെക്രട്ടേറിയറ്റ് നടയിൽ വലിയ വാർത്തയായിരുന്നു. അന്നും ഇതുപോലെ മാധ്യമങ്ങൾ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പക്ഷേ ആ സമരവും പിണറായി സർക്കാർ കണ്ടു എന്ന് നടിച്ചില്ല. തങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു ജോലി മനഃപൂർവ്വം നിഷേധിക്കുന്ന ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പിൻവാതിൽ നിയമനങ്ങളും കരാർ നിയമനങ്ങളും ഇവിടെ തകൃതിയായി നടക്കുന്നു. അവരെയെല്ലാം തന്നെ പിന്നീട് സ്ഥിരപ്പെടുത്തുന്നു. കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾ പട്ടിണിയും പരിവട്ടവുമായി ഇന്നും ജോലിയില്ലാതെ കഴിയുന്ന അവസ്ഥയിൽ ജീവിക്കുമ്പോഴും ഇവിടെ സർക്കാർ കണ്ണടയ്ക്കുകയാണ്. DYFI, AYF പോലുള്ള യുവജന സംഘടനകൾ ഇവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ കടുത്ത തൊഴിലില്ലായ്മ നിലനിൽക്കുന്നു എന്നാരോപിക്കുന്ന ഈ യുവജന സംഘടനകൾ ഇവരുടെ വിഷയത്തിൽ ഒരു വാക്കുപോലും പറയാത്തതെന്തേ എന്നാണ് ഈ സമരക്കാരും പൊതുസമൂഹവും ചോദിക്കുന്നത്. ഇവിടെ ന്യായവും നീതിയുമൊക്കെ നിഷേധിക്കപ്പെട്ട് ആയിരക്കണക്കിന് നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ തെരുവിൽ സമരം ചെയ്തും വീട്ടിൽ കണ്ണീര് പേറിയും കഴിയുമ്പോൾ ഇവിടെ എന്തിനും ഏതിനും ന്യായീകരണവുമായി എത്തുന്നവരും ഇക്കുറി മിണ്ടിയിട്ടില്ല. ഈ സിവിൽ പോലീസ് ഓഫീസർമാരുടെ സമരമുഖങ്ങളിലെ അവരുടെ കണ്ണീരും അവരുടെ വിയർപ്പും അവരുടെ ദുഃഖവുമൊക്കെ മറുനാടൻ പലകുറി വാർത്തകളായി ഞങ്ങളുടെ വിവിധ സങ്കേതങ്ങളിൽ നൽകിയിരുന്നു. അതിലും അവർ പറഞ്ഞത് നീതി കിട്ടും എന്ന പ്രതീക്ഷയാണ്, ജോലി കിട്ടും എന്ന പ്രതീക്ഷയാണ്. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടിക്കിട്ടി എന്ന ഒറ്റ കച്ചിത്തുരുമ്പിൽ പിടിച്ച് അവർ പ്രതീക്ഷയോടെയാണ് മടങ്ങിപ്പോയത് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ കണ്ണീരോടെ ഹൃദയം തകർന്നാണ് അവർ പോകുന്നത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം.